മാസത്തെ റിസൾട്ടുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കും. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ. ഹായ്, ഞാൻ സുനീറാണ്. സ്ഥലം കോഴിക്കോട് ജില്ല. HNS കോയമ്പത്തൂരിൽ വെച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. ഗ്രാഫ്റ്റിന് 10 രൂപയാണ്. ആ രീതിയിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പം 4 മാസമാണ്. അതുവരെ ഷെഡിങ് ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 4 മാസം കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കൃത്യമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, എൻ്റെ മുടിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മുടി ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ അതിൽ നിന്ന് വന്ന വ്യത്യാസവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രയും വളരെ കുറഞ്ഞ പൈസയ്ക്ക്, എത്ര പൈസയായി എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വളരെ കുറഞ്ഞ പൈസയിൽ ഒരു നല്ല ഒരു അപ്പിയറൻസ്, പണ്ടത്തെ നമ്മുടെ ഒരു അപ്പിയറൻസ് തിരിച്ചു കൊണ്ടുവന്നത് HNS ആണ്. അപ്പോൾ HNS-ന് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പം 4 മാസത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആകെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് 6 PRP-കൾ സൗജന്യമായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 3 PRP-കൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 PRP-കൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ആകെ 6 PRP-കളാണ് നമുക്കുണ്ടാവുക. ഓരോ സമയത്ത് ഓരോന്നായിരിക്കും. ചില സമയത്ത് GFC ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ PRP-യെ GFC-യിലേക്ക് ആക്കി മാറ്റാം. അതിന് എക്സ്ട്രാ ചിലപ്പോൾ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ മുൻപുണ്ടായിരുന്ന നമ്മുടെ അവസ്ഥ മാറി. പല ആളുകളും ഇപ്പോഴും ടവല് കിട്ടിയും അതേപോലെ എല്ലാ സമയത്തും വീട്ടിൽ നിന്ന് പോലും ടവലും അതേപോലെ തൊപ്പിയും ധരിക്കുന്ന ധാരാളം പേരുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്തൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ തൊപ്പിയില്ലാതെ നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശാശ്വതമായൊരു പരിഹാരമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. നിങ്ങൾ ഏത് സെന്ററിൽ നിന്ന് നടത്തിയാലും കുഴപ്പമില്ല. അവിടെയുള്ള റിസൾട്ട്, അതേപോലെ അവിടെയുള്ള ഡോക്ടർമാരുടെ പരിചയം, ഇതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ നടത്തണം. അപ്പം എൻ്റെ റിസൾട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മുടിയൊക്കെ നിങ്ങൾക്ക് കാണാം, തിക്കായിട്ട് വന്നിട്ടുണ്ട്. മുൻഭാഗത്ത് ഏകദേശം ഒരു 4 വിരലോളം വരുന്ന ഭാഗമാണ് ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് എന്ന് മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ഹെയർ വന്നിട്ടുണ്ട്. അപ്പം ഹെയറിന് ഏകദേശം ഒരു 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഒക്കെ നീളം വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഹെയർ ആയിരുന്നു. അത് അത്രത്തോളം സ്പീഡിൽ വളരുന്നില്ല. എന്നാൽ മുൻഭാഗത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് നല്ലതുപോലെ വളരുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്കത് മനസ്സിലാവാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അതേപോലെ ഡോണർ ഏരിയയുടെ ഭാഗമൊക്കെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. കാരണം വളരെ സത്യസന്ധമായിട്ടാണ് എൻ്റെ റിസൾട്ടുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ ഒരു മാസം മുമ്പേയൊക്കെ എന്നെ കണ്ട ആളുകളുണ്ടാവും. അപ്പം അവർ പ്രത്യേകമായിട്ട് ചോദിക്കും, എന്താ നിന്റെ തലയിൽ പറ്റിയത്? അപ്പം നമുക്ക് അത്രയും വ്യത്യാസം നമ്മുടെ തലയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മാസത്തോളം നമ്മെ കണ്ടിട്ടില്ല എങ്കിൽ അവർ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു മാറ്റം നമ്മൾ അടിമുടി മാറും. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മവിശ്വാസം, ആ ഒരു സൗന്ദര്യം, അത് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത്. അപ്പം മുടിയൊക്കെ ഇപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും എത്രത്തോളം കൂടുതലായിട്ട് പ്രതീക്ഷകളൊന്നും വെക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ഏജിനനുസരിച്ച് ഇപ്പോൾ ഒരു 28 അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതേപോലെ അവരുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അവരുടെ റിസൾട്ട്. ഒരാൾക്ക് ഇത്രത്തോളം റിസൾട്ട് ഉണ്ട്, അവർ ആ സെന്ററിലാണ് പോയത്, അതുകൊണ്ട് എൻ്റെയും റിസൾട്ട്, എനിക്കും അത്രത്തോളം റിസൾട്ട് ഉണ്ടാവണമെന്ന് കരുതിയിട്ട് അതേ സെന്ററിൽ പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഭക്ഷണ രീതിയും നിങ്ങളുടെ മുടിയുടെ സ്റ്റൈലും നിങ്ങളുടെ കെയറിങ്ങും ഒക്കെ എന്തായിരിക്കും, നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് അവർ ഹെയർ ലൈൻ ആവശ്യപ്പെടും. അപ്പം ഹെയർ ലൈൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പുരികത്തിൽ നിന്ന് ഒരു 4 വിരലുകൾ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ എത്തുന്നത് ആ ഭാഗത്ത് നിന്നാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ ലൈൻ ആരംഭിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു നോർമൽ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടി നട്ടതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഹെയർ ലൈൻ്റെ ഇവിടുന്ന് താഴോട്ടേക്ക് മുടി ഇറങ്ങും. അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ടേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ചീകി വെക്കാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു മുടിയിഴകളുടെ ഒരു സൗന്ദര്യം തിരിച്ചു പിടിക്കാൻ കഴിയും. അപ്പം ഇത്രയൊക്കെയാണ്
നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പക്ക റിസൾട്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് HNS. ഒരിക്കലും എനിക്ക് HNS സംബന്ധിച്ചിടത്തോളം അവർ എനിക്ക് ഒരു പ്രൊമോഷനും നൽകുന്നില്ല എന്നുള്ളത് ഞാൻ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ. എങ്കിൽ കൂടി HNS വിമർശിക്കുന്നവർക്ക് ഞങ്ങളുടെയൊക്കെ റിസൾട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും യൂട്യൂബിലൂടെ ഇതേപോലെയുള്ള പല വീഡിയോകളിൽ നിന്നാണ് HNS എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതും അവിടെ പോയിട്ട് ഈ ട്രാൻസ്പ്ലാന്റേഷൻ നൽകിയിട്ടുള്ളതും. അതേപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നൗഷാദ് എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. ആ നൗഷാദിനെ അതേ ദിവസം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള നൗഷാദിന്റെ റിസൾട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അടുത്ത ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.